കേരളത്തിലെ ക്രിയാത്മക ചർച്ചകൾക്ക് വേറിട്ട് മുഖം നൽകിയ 24-ന്റെ വാല്യൂ പ്ലസ് 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കി. നിങ്ങൾക്കറിയാം, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധ നേടിയ ഒരു സീരീസാണ് വാല്യൂ പ്ലസ്. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ 100-ാം എപ്പിസോഡിൻ്റെ ആഘോഷം നടന്നു. രാഷ്ട്രീയ, സാമൂഹിക, വ്യവസായ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുള്ള പ്രധാന ചർച്ചയായിരുന്നു 100-ാം എപ്പിസോഡിനെ ശ്രദ്ധേയമാക്കിയത്. ക്രിയാത്മകമായ സംവാദം ലക്ഷ്യമിട്ട് തുടങ്ങിയ വാല്യൂ പ്ലസ് 100-ാം എപ്പിസോഡിൽ എത്തിയപ്പോൾ ഇതുവരെ പങ്കെടുത്ത അതിഥികളുടെ ഒത്തുചേരലായി. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന പാനൽ ചർച്ചയിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ വികസന കാഴ്ചപ്പാടുകളും നൂതനാശയങ്ങളും പങ്കുവച്ചു. നമുക്കിപ്പോൾ വിഴിഞ്ഞത്ത് ഇതൊരു സ്വകാര്യ പൊതു പങ്കാളിത്തത്തിൻ്റെ ഒരു നവമാതൃക തീർത്തിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ ഈ പറയുന്ന 2028 നമുക്ക് ഏകദേശം 18,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ബിസിനസ് രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ചർച്ചയായി. ബിസിനസ്സുകാരനായാലും ഏത് മേഖലയിലുള്ളതായാലും നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ പ്രയോജനം എപ്പോഴും ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ അത് ബിസിനസ്സായാലും വലുതായില്ല, ഏത് സ്ഥാപനമായാലും വലുതായില്ല. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ MD ഡോക്ടർ ദിവ്യ എസ് അയ്യർ, മുൻ MLA KS ശബരിനാഥൻ, ഫ്രഷ് ടു ഹോം സഹസ്ഥാപകനും COOയുമായ മാത്യു ജോസഫ്, ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ്, ഫിൻഫ്ലുവൻസറും നിക്ഷേപകനുമായ ഷാരിഫ് ഷംസുദ്ദീൻ എന്നിവരാണ് 100-ാം എപ്പിസോഡിൽ അതിഥികളായെത്തിയത്. വാല്യൂ പ്ലസ് കാഴ്ചക്കാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു പാനൽ ഡിസ്കഷനാണിത്. വളരെ ക്രിയാത്മകമായിട്ട്, വളരെ പോസിറ്റീവായിട്ട് നല്ല ആശയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റി. നമ്മൾ മറ്റുള്ള ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാളേക്ക് വേണ്ടിയുള്ള ചർച്ചയാണ്. കേരളത്തിൽ മികച്ച സംരംഭകത്വ സംസ്കാരം വളർത്തുകയാണ് പ്രധാന ലക്ഷ്യം. 100-ാം എപ്പിസോഡ് ഉടൻ പ്രേക്ഷകരിലെത്തും. 24 തിരുവനന്തപുരം. വാല്യൂ പ്ലസിന് എല്ലാവിധമായ ആശംസകളും. കൃഷ്ണ ചെറിയാനാണ് ഈ പരിപാടിയുടെ അവതാരകയും പ്രൊഡ്യൂസറും.